ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഓരോ ബിഗോണിയ ചെടികളും റിപ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് പുതിയ പുതിയ ഓരോരോ കാര്യങ്ങൾ ഒരേ രീതിയിലുള്ള അല്ലാതെ തന്നെ വേറെ വേറെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഇന്നും ഈ തരം ഒരു ബിഗോണിയ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നല്ല പോട്ടി മിക്സാണ് ആദ്യമായിട്ട് വേണ്ടുള്ളത്. പോട്ടി മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോട്ടി മിക്സ്, നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ്. വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ കട്ടയായി പോവാതെ ചെടി ആയി പോവാത്ത പോട്ടി മിക്സ് വേണ്ടുള്ളത്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ചട്ടി, ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു ചട്ടി. അത് നല്ല ഹോളുള്ളൊരു ചട്ടിയായിരിക്കണം. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരു ചട്ടി. പിന്നെ മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശത്തിൻ്റെ അളവ് ഒരു എന്ന് വെച്ചാൽ ഒരു തണലത്തിരുന്നിട്ട്, എന്ന് വെച്ചാൽ അങ്ങനെ വലിയ തണലല്ല, എന്നാൽ സൂര്യപ്രകാശം അടിക്കുകയും വേണം, പക്ഷെ തണലും ആയിരിക്കണം. ഒരു ഷെയ്ഡിൻ്റെ കീഴിലോ ഒരു സൺഷെയ്ഡിൻ്റെ അരുവിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വെക്കുന്നത്. അല്ലാതെ റൂമിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ ചട്ടി എടുക്കുക, ചട്ടിയുടെ ഹോളെല്ലാം ഓപ്പൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു പകുതി ഭാഗം വരെയും കരിയില ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക. പോട്ടി മിക്സിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽമണ്ണ്, പിന്നെ മുയൽ കാഷ്ടം ഉണ്ടല്ലോ അതിൻ്റെ കമ്പോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ചകിരിച്ചോറ്, പിന്നെ കുറച്ച് സാഫ് അതിൻ്റെ പൊടി ഒക്കെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണേ. എന്നിട്ട് അത് ഇട്ട് കൊടുക്കണം. ഈ കരിയില ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ഭാരം കുറയ്ക്കാം ചട്ടിയുടെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭാരം കുറയ്ക്കാം. പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനകത്ത് ഈ കരിയിലയെല്ലാം ദ്രവിച്ചിട്ട് അതും വളമായിട്ട് മാറും. പിന്നെ ഇതിന് വരുന്ന രോഗങ്ങളും ഇതിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും. രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല, അഴുകൽ, ചീയൽ എന്നുള്ള രോഗം മാത്രമേ ഉള്ളൂ. അത് വെള്ളത്തിൻ്റെ കൂടുതൽ കൊണ്ടും സൂര്യപ്രകാശത്തിൻ്റെ കുറവ് കൊണ്ടും വരുന്നതാണേ. പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലകളിൽ ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമായിരിക്കും. അത് എല്ലാ വെറൈറ്റികളിലും ഇല്ല, ചില വെറൈറ്റികളിലും മാത്രം. ഇപ്പോൾ ഈ കാണിച്ചേക്കുന്ന വെറൈറ്റിയിലും ഒച്ചിൻ്റെ ശല്യം കൂടുതലാണ്. ആ ഇലയെല്ലാം അതിൻ്റെ ഇലയൊക്കെ നടുക്കൊക്കെ അതിൻ്റെ അരുവൊക്കെ മുറിച്ചത് കഴിച്ചിരിക്കും. അപ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഈ ഇലയൊക്കെ സംബന്ധിച്ച്, ഈ ബിഗോണിയൊക്കെ സംബന്ധിച്ച് നല്ല ഭംഗിയാണ്. ഇത് വലിയ കൂടിയ റേറ്റുള്ളതൊന്നും അല്ല, എന്നാൽ പോലും നല്ല ഭംഗിയുള്ള ഇലകളാണേ. പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ തിന്ന് നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒച്ചിനെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ സമയാസമയം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ദിവസത്തിൽ ഈ വേനൽ സമയം ആകുമ്പോഴത്തേന് ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഴ സമയമായി കഴിഞ്ഞാൽ 2 ദിവസത്തിലൊരിക്കലോ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെള്ളം വീഴാത്ത സ്ഥലത്താണെങ്കിൽ, മഴവെള്ളം കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ബിഗോണിയ ചെടികൾ അത്രയും ഭംഗിയുള്ള ചെടികളാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണേ. പിന്നെ ഇലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേർത്ത, എന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് കഴിയുമ്പം ഇങ്ങനെ തണ്ട് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ഇലകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ആദ്യമായിട്ട് ബിഗോണിയ ചെടികൾ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തോനെയൊന്നും മേടിച്ച് പൈസ കളയണ്ട. ആദ്യമേ 1-2 ചെടികൾ മേടിച്ചിട്ട് നട്ട് അതിനെ പരിപാലിച്ച് അത് സക്സസ് എന്ന് കാണുമ്പോൾ മാത്രം അടുത്ത ചെടികൾ മേടിച്ചാൽ മതിയാവും. വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഇത് കുറേ നമ്മൾ ഇഷ്ടം കണ്ടിട്ട് കുറേ മേടിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുകിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.
സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.